ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്ന മൂന്നാർ ദേവികുളത്തുള്ള യാത്രി നിവാസ് എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ ഹോട്ടലിലാണ്. അതൊരു റിസോർട്ട് പോലത്തെ സംഗതിയാണ്. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ദേവികുളം. മൂന്നാറിലെ ഹൃദയഭാഗമാണ് ദേവികുളം. ദേവികുളം സിറ്റിയാണ് നമ്മൾ പുറകുവശത്തായിട്ട് കണ്ടുകൊണ്ട് കാണാം. തൊട്ട് ചേർന്നിരിക്കുന്ന ഏരിയ ആണ് ഈ യാത്രി നിവാസ് എന്ന് പറഞ്ഞ റിസോർട്ട്. ഇത് സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഈ 9 റൂമുകളോട് പോകുന്ന യാത്രി നിവാസ് വളരെ അഫോർഡബിൾ റേറ്റിലാണ് ജനങ്ങൾക്ക് ഇന്നാൾ വരെ കൊണ്ട് തന്നിരുന്നത്. എന്നാൽ ഈ ഒരു മാസമായിട്ട് യാതൊരു രീതിയിലുള്ള നിബന്ധനകളും കൂടാതെ ഇതിൻ്റെ റേറ്റ് കണ്ടമാനം വർദ്ധിപ്പിക്കുകയും അതിൻ്റെ അകത്തിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കുന്നത്. ഈ റിസോർട്ട് വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അത് മുഖാന്തരം എനിക്ക് ഇടാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു അകത്തേക്കുള്ള ആംബിയൻസ് നമുക്ക് കൂടെ കാണാൻ സാധിക്കും. നമ്മൾ പോരുന്ന ഈ എൻട്രൻസ് കടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ പൂന്തോട്ടമുണ്ട്. അത് ഇവിടുത്തെ സ്റ്റാഫൊക്കെ കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പ്രത്യേക പരിപാലനമൊന്നും കൊടുത്ത് വളർത്തേണ്ടതല്ലല്ലോ. ഇവിടുത്തെ പൂക്കളെല്ലാം നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഇതിനകത്ത് കയറാൻ അത്ര അലോഡല്ല. റോസയും അങ്ങനെ കുറേ 2-3 തരം ചെടികളൊക്കെയാണ് വെച്ചേക്കുന്നത്. പക്ഷെ അത് കാര്യമായിട്ട് പരിപാലിക്കുന്നൊന്നുമില്ല. അതിൻ്റെ കളകളെല്ലാം കയറി അലങ്കോലമായി കിടക്കുന്നു. എൻ്റെ സർക്കാരിൻ്റെതായതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും നിൽക്കുന്ന ഒരു പൂവാണെങ്കിലും വളരെ മനോഹരമായിട്ട് തോന്നുന്നു. അത്ര നല്ല ഭംഗിയാണ് ഈ പൂവിന് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇതാണ് ഇതിന് എൻട്രൻസ് വരുന്നത്. അകത്തോട്ട് വരുമ്പോൾ യാത്രി നിവാസിൻ്റെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ആണ്. ഇതൊരു റിസപ്ഷനിലിരിക്കുന്ന ഒരു വിളക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ വെക്കുന്നത് നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. അതോടുകൂടി തന്നെ ക്രിസ്മസിൻ്റെതായ ഒരു ട്രീയും ക്രിസ്മസിൻ്റെ ഒരു ഉണ്ണീശോയുടെ ഭാഗങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതവരുടെ റിസപ്ഷൻ ആയിരുന്നു നേരത്തെ. ഇപ്പോൾ അത് റിസപ്ഷൻ അല്ലാതെ ഇങ്ങനെ ഒരു രീതിയിലോട്ട് വന്നേക്കാണ്. വളരെ പരിമിതമായ സ്റ്റാഫുകളേ ഉള്ളൂ ഇവിടെ ഉള്ളൂ. എനിക്ക് 2-3 ആൾക്കാർ മാത്രമാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. കാര്യമായ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാനുള്ള പണം സർക്കാർ ഇവിടെ കൊടുക്കുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതിൻ്റെതായ കുറവുകൾ ഇവിടെയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ ഭംഗിയായനെ. നമുക്ക് ആ ടൈലും കാര്യങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞു കിടക്കുകയാണ്. ഇൻ്റർലോക്ക് ഇത്. ഇനി ഇവിടെ നിന്ന് വരുമ്പോൾ ഇതിൻ്റെ അകത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഈ വൈകിട്ട് ഡിന്നർ മാത്രമേ ഉള്ളൂ. ഡിന്നറിന് വരുന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി, ചിക്കൻ കറി, ചിക്കൻ 65 ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇവിടെ വരുന്നവർ നേരത്തെ ഇവരോട് പറഞ്ഞാൽ ആ ഫുഡ് അവർ റെഡിയാക്കി വെക്കുന്നതായിരിക്കും. രാവിലെ കിട്ടുന്ന ഫുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പുട്ട്, കടലക്കറി, പൂരി. ഇതിനകത്ത് ഏതെങ്കിലും ഓരോ ദിവസം കാണുള്ളൂ. എല്ലാം കൂടെ കാണില്ല. ഏതെങ്കിലും ആ ദിവസം മെനു ആയിരിക്കും. ചിലപ്പോൾ പുട്ടാരി ആ ദിവസം പുട്ട് മാത്രമേ കാണുള്ളൂ. ഇഡ്ഡലിയാണ് ഇഡ്ഡലി മാത്രമേ കാണുള്ളൂ. അത് മോർണിംഗിൽ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടുന്ന ഇൻക്ലൂഡ് അല്ല. ഇതെല്ലാം സെപ്പറേറ്റ് ചാർജബിൾ ആണ്. അതിന് വേറെ ചാർജ് വരും. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുമ്പോൾ ആ ചാർജ് കൊടുക്കേണ്ടതാണ്. അവിടെ നിന്ന് വരുമ്പോൾ അതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശം കാണിക്കാം. ഇവിടെ നോ ഔട്ട്സൈഡ് ഫുഡ്, നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കൊണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു ഭംഗിയുള്ള കിച്ചണും അതിനോടുകൂടിയ ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആംബിയൻസുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു 10-30 പേര് വന്നാലും ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. നല്ല ചെയറ്, നല്ല ടേബിള്, അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇവിടെ സെർവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. കിച്ചൺ ഇതിനോട് ചേർന്ന് തന്നെയാണ്. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നത്. അതിന് സ്റ്റാഫുകളുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാനും നമുക്ക് എടുത്ത് തരുവാനും സ്റ്റാഫുകളെ വെച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് പുറത്തോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ഈ പൂന്തോട്ടത്തിൻ്റെ ഒരു ആംബിയൻസ് കാണുകയും ചെയ്യാം. അതും ഒരു ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർക്കൊരു നല്ലൊരു ആംബിയൻസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ റൂഫ് ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് പോലെ ഒരു സാധനമാണ് ചെയ്തിരിക്കുന്നത്. ഒരു തട്ട് പോലെ നിൽക്കുന്നതുകൊണ്ട് ആ റൂഫും ഒരു ഭംഗിയുള്ള കാഴ്ചയായി നമുക്ക് അനുഭവപ്പെടും. റൂമുകൾ 2 ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്നും വെൽ മെയിൻറ്റൈൻഡ് അല്ല, എന്നാലും കാഴ്ച നല്ല ഭംഗി തരുന്നതാണ്. നമ്മൾ ഒരു ഗാർഡനോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് പോകുന്ന ഒരു സംഭവം. നല്ല ക്ലൈമറ്റാണ്. അതിൻ്റെതായ ഒരു ഗുണമുണ്ട്. ഡിസംബർ മാസമാണെന്ന് 21-ാം തീയതിയാണ്. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അതിൻ്റെ തണുപ്പുണ്ട്. ഭയങ്കര തണുപ്പെല്ലാം ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോൾ സമയം 3 മണിയോട് കൂടി ആയിട്ടുള്ളൂ. എന്നാലും നല്ല കാലാവസ്ഥ വൈകുന്നേരത്തേക്ക് പ്രതീക്ഷിക്കാം. നല്ല രസമുള്ള സ്ഥലമാണ്. കിളികളുടെ ചെറിയ നാദവും കുരുവികൾ പറക്കുന്ന ഒച്ചയൊക്കെ നമുക്കൊരു സുഖകരമായ രീതിയാണ് അനുഭവപ്പെടുന്നത്.
കൂടാതെ എൻ്റെ മുകളിലോട്ടാണ് ഒരു ഫ്ലോർ ഉള്ളത്. തിരിച്ച് ഈ അകത്തോട്ടുള്ള ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. റൂം നമ്പർ 105 എന്ന റൂമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ അകത്ത് കാണിക്കുന്നതായിരിക്കും. ഇതാണ് റൂം. അത്യാവശ്യം നേരത്തെ കാലങ്ങളിൽ സൗകര്യപ്രദമായ റൂമായിരുന്നു. അന്നത്തെ റേഞ്ച് ഇതിന് വന്നിട്ട് 800 രൂപയാണ് ചാർജ് ചെയ്തിരുന്നത്. ഇതൊരു വാഷ്റൂം ഉണ്ട് ഇതിനകത്ത് തന്നെ. വാഷ്റൂം കാണിക്കാം. ഇത് ഒരു ക്ലോസറ്റും വാഷ്റൂം ഷവറും വെച്ചിട്ടുണ്ട്. ഒരു മിറർ വെച്ചിട്ടുണ്ട്. അത്യാവശ്യ സൗകര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. എന്നാൽ വെൽ മെയിൻറ്റെയിൻ അല്ല ഇപ്പോൾ. അതാണ് നമ്മുടെ ഒരു പരാജയമായിട്ട് മോശമായിട്ട് നമുക്ക് തോന്നുന്നത്. അവിടുന്ന് വന്നു കഴിഞ്ഞാൽ റൂമിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഒരു 4 ചെയറുണ്ട്, ഒരു അലമാരയുണ്ട്. ഓപ്പൺ അലമാരയാണ്. ആ അലമാരയും തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഡ്രസ്സും സാധനങ്ങളും എല്ലാം അവിടെ വെക്കാവുന്നതാണ്. കൂടാതെ ഒരു TV അവിടെയുണ്ട്. TVയോട് ചേർന്നൊരു ടേബിളും അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബെഡ്. 4 പേർക്ക്, ഞങ്ങൾക്ക് ഫാമിലിക്ക് 4 പേർക്ക് ഇവിടെ കിടക്കാനുള്ള സൗകര്യം ബെഡിനില്ല. അതിൻ്റെതായ പരിമിതി ഇതിനുണ്ട്. ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാനിവിടെ താമസിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യ സൗകര്യങ്ങളുണ്ട്. കൂടാതെ ഇവിടുന്ന് ഇറങ്ങി വന്നൊരു ബാൽക്കണി. ഈ ബാൽക്കണി നിന്ന് പുറത്തോട്ടുള്ള വിസിബിലിറ്റി കിട്ടുന്നതാണ്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുമ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ആംബിയൻസോട് കൂടി കാണെങ്കിലും ഫസ്റ്റ് ഫ്ലോറിൽ നല്ല ഭംഗിയുണ്ട്. ഫസ്റ്റ് ഫ്ലോർ വളരെ ഭംഗിയായിട്ടാണ് ദൂരെ കാഴ്ചകൾ കാണാം. അങ്ങോട്ടുള്ളത് നോക്കുക. ഇവിടെ നിന്നുള്ള വ്യൂ വരുമ്പോൾ തന്നെ ശരിക്കും ദേവികുളത്തിൻ്റെ ആ ടോപ്പ് സ്റ്റേഷൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സൂം ചെയ്യുമ്പോൾ മനസ്സിലാകാൻ സാധിക്കുന്നേ ഉള്ളൂ. തേയിലത്തോട്ടം അത്ര അടുത്ത് കാണാം. പക്ഷേ ഇത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാണെങ്കിൽ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ കൗതുകമായിരുന്നു. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ പ്രാവശ്യം എടുത്ത്, കാരണം നമ്മൾ പലപ്പോഴും വന്ന് ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇത് ഗ്രൗണ്ട് ഫ്ലോർ എടുത്തു. പിന്നെ പാർക്കിംഗ് ഏരിയയുടെ അടുത്താണ്. നമുക്ക് ലഗേജൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വെക്കാൻ പറ്റുന്ന എളുപ്പമുണ്ട്. അങ്ങനെ ലഗേജ് ഒന്നും ആരും എടുത്തു തരാനൊന്നുമില്ല, നമ്മൾ തന്നെ വണ്ടി വെക്കണം. ഇത് കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളാണ് ഇനി നമ്മുടെ എനിക്ക് പറയാനുള്ളത്. ഇനിയാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും സങ്കടകരമായ കാര്യവും. സർക്കാർ നമ്മളെ എത്ര കണ്ടാണ് ഈ ടൂറിസത്തിന്റെ രീതിയിൽ നമ്മളെ മുതലെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പൈസ അനാവശ്യമായി വാങ്ങിക്കുന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഈ യാത്രാ നിവാസിന്റെ റെന്റ് വന്നിരുന്നത് വെറും 800 രൂപയായിരുന്നു ഒരു മാസം മുമ്പ് വരെ. അതായത് 2024 ഡിസംബർ മാസത്തിൽ ഞാൻ സംസാരിക്കുന്നത്. ഈ ഡിസംബർ മാസം 2024 മുമ്പ്, അതായത് നവംബർ മാസത്തിൽ വരെ ഇവിടുത്തെ റെന്റ് വെറും 800 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 800 രൂപയിൽ നിന്ന് ഇപ്പോഴത്തെ ഈ ചാർജ് ഇവിടുത്തെ 2016 രൂപ ആക്കി കൂട്ടിയിരിക്കുന്നു. ഈ 2 ഇരട്ടി, അതായത് 2 ഇരട്ടിക്ക് മുകളിലുള്ള ഈ തുക വർധനവ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു രീതിയിലുള്ള മറുപടികൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചേ, കേരളത്തിലെ മുഴുവൻ സർക്കാരിന്റെ താമസ സ്ഥലങ്ങളിലും ഓരോ റിസോർട്ടുകളിലും ഹോട്ടൽസിലും എല്ലാം തന്നെ ഒരു റിനോവേഷൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് അമിതമായ ചാർജ് ഈടാക്കുന്നു. ചിലടത്ത് ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ബാക്കി എങ്ങും നടത്താതെ ഒന്നിച്ചൊരു ലേബലിൽ എല്ലാ ജനങ്ങളിൽ നിന്നും പൈസ കൊള്ള ലാഭമുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് കേരള ടൂറിസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള യാത്രാ നിവാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ജനങ്ങൾ ശക്തമായി എതിർക്കേണ്ടതാണ്. ഇത് ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഇവിടെ വന്നാൽ ആർക്കും, ഇവിടുത്തെ സ്റ്റാഫുകളോട് ചോദിച്ചാൽ അവർ വളരെ നിസ്സഹായരായിട്ട് സംസാരിക്കുന്നു. അവർക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു. നമുക്ക് ഇവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഈ മുറിക്കകത്തൊരു ഗ്ലാസ് വെള്ളമോ അതിന്റെ സൗകര്യങ്ങൾ പോലും നമുക്ക് തന്നിട്ടില്ല. അതിനുള്ള സ്റ്റാഫ് പരിമിതികളുണ്ട് ഇവിടെ. വളരെ തുച്ഛ കുറഞ്ഞ ആൾക്കാരെ മാത്രമേ സ്റ്റാഫായിട്ട് വെച്ചിട്ടുള്ളൂ. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതികൾ വളരെ മോശമാണ്. ഇവിടെ സർവീസ് വളരെ മോശമാണ്. എന്നിട്ടും നമ്മൾ ഇവിടെ വന്ന് താമസിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ചോദിച്ചേക്കാം. 800 രൂപ ആയിരുന്നപ്പോൾ അത് ഒരു ഫാമിലിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് താമസിക്കാമായിരുന്നു. ആ കാലത്ത് കുഴപ്പമില്ലായിരുന്നു. 2016 രൂപയ്ക്ക് ഇത് അസറ്റല്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും റിസോർട്ടുകളോ ഹോട്ടലുകളോ നോക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ എടുക്കുമ്പോൾ അവർ നമ്മൾ കുറച്ചുകൂടെ പരിചരണവും അവർ കെയറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇവിടെ ഈ വെള്ളം പോലും തരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞ കൂടെ തന്നെ ഇവിടെ ബാക്കി എല്ലാ സൗകര്യങ്ങളും വളരെ മോശമാണ് അവസ്ഥ ഇപ്പോഴത്തെ. ഈ തുക നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഇതിനേക്കാളും സങ്കടകരമായ കാര്യം. ഞാൻ ഈ വീഡിയോയുടെ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം നമ്മളിത് ഓൺലൈൻ വഴി മാത്രമേ ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് സർക്കാരിൻ്റെ ഇപ്പം വന്ന പോർട്ട് അനുസരിച്ച് കേരള സർക്കാരിൻ്റെ ടൂറിസ്റ്റ് ഒരു സ്ഥലങ്ങളിൽ പോയി ഡയറക്റ്റ് പോയി റൂം എടുക്കാൻ പറ്റില്ല. അതെല്ലാം ഓൺലൈൻ മാത്രമാണ് സംഭവിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കേട്ട ശേഷവും എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അത് വന്ന് yatriniwas.com എന്ന സൈറ്റിൽ നമ്മൾ കയറുന്നു. ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് നമ്മളൊരു മെയിൽ ഐ ഡിയും ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാം, നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല.
അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. തിരുവനന്തപുരത്ത്, ഇടുക്കിയിലെ, മൂന്നാറിലെ, ദേവികുളത്ത്, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇവരെ ഉണ്ട്. അതെവിടെയാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് വേണം ആ സൈറ്റ് ഓപ്പൺ ചെയ്യാൻ. നമുക്ക് ഏത് ഹോട്ടലിലോട്ടാണ് പോകേണ്ടത്, ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് നോക്കണം. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സൈറ്റിൻ്റെ അകത്ത് അവൈലബിലിറ്റി നോക്കുക. അവൈലബിലിറ്റി റൂമിൽ നോക്കിയാൽ ഏറ്റവും ഒളിഞ്ഞിരിക്കുന്ന ഒരു തമാശകരമായ കാര്യം എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്, ഒരിക്കൽ പോലും റൂം അവൈലബിലിറ്റി ആയിരിക്കുകയില്ല. അതിന്റെ കാരണം എന്നാന്ന് നിങ്ങൾ ധരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനേ പറ്റുകയില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വളരെ ഏറെ നേരം ശ്രദ്ധിച്ച് നിങ്ങൾ കുറെ റിവ്യൂസ് നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ ആരും പറഞ്ഞു കൊടുക്കുകയൊന്നുമില്ല. അതായത് 30 ദിവസത്തെ പരിമിതിയിൽ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക, 30 ദിവസത്തെ കാലത്തിനുള്ളിലാണ് ഈ ബുക്കിംഗ് ഫെസിലിറ്റി ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞാൽ ഇന്ന് ഡിസംബർ 21 എന്നുള്ള ഡേറ്റ് ആണ്. ഞാൻ നവംബർ 21-ാം തീയതിയാണ് ഈ റൂം ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ ബുക്കിംഗ് കിട്ടുകയുള്ളൂ. കാരണം പരിമിതമായ റൂം മാത്രമാണ് ഇവിടെ ഉള്ളത് കൊണ്ട് 1 മാസം മുമ്പ് നമ്മൾ സെർച്ച് ചെയ്തെടുത്താൽ മാത്രമേ ഈ റൂം അവൈലബിലിറ്റി ഉള്ളൂ. അത്ര 1 മാസം മുമ്പ് ബുക്ക് ചെയ്യാനുള്ള ആ റേഞ്ചിലുള്ള പണം അന്ന് 800 രൂപ ആയിരുന്നപ്പോൾ നമുക്ക് ലാഭകരമായിരുന്നു. ഇന്ന് 2016 രൂപയ്ക്ക് നമുക്ക് നഷ്ടമാണത്. ഈ 1 മാസം കാത്തിരിക്കണം. അതുപോലെ റീഫണ്ട് ഇല്ല, ഒരു രീതിയിലും റീഫണ്ട് ഇല്ല. ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞാൽ GST പോകും. എൻ്റെ റൂം ഞാൻ ബുക്ക് ചെയ്തിരുന്ന ഈ തലേദിവസമായ വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടിയിരുന്നു ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ അത് കൺഫർമേഷൻ്റെ രീതിയിലുള്ള ഇവരുടെ ഭാഗത്തുനിന്ന് പാളിച്ചകൾ കൊണ്ട് എൻ്റെ തുക നഷ്ടപ്പെടുകയുണ്ടായി. നഷ്ടപ്പെട്ട രീതി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ മാസം 20-ാം തീയതി വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി സ്ലോട്ട് തുറന്നു നോക്കുമ്പോൾ ഒരു റൂം അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് ഞാൻ ആ റൂം ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തപ്പോഴത്തേന് അത് സംഭവിച്ചത്, നേരത്തെ എൻ്റെ പൈസ പോരുന്ന ഈ സർക്കാരിന്റെ കീഴിലുള്ള HDFC ബാങ്ക് എന്നുള്ള പ്രൈവറ്റ് ബാങ്കുമായിട്ട് ടൈപ്പ് ചെയ്തായിരുന്നു ഈ പണം നമ്മുടെ ഗൂഗിൾ പേ വഴിയോ ഓൺലൈൻ വഴിയോ ക്രെഡിറ്റോ ഡെബിറ്റോ കാർഡ് വഴി അവർ കൈകാര്യം ചെയ്തിരുന്നത്. ഇപ്പം ഇവരിത് മാറിയിട്ട് കേരള സംസ്ഥാനത്തിന് ട്രഷറി എന്നൊരു സൈറ്റ് വഴിയാണ് ഇവർ നമ്മുടെ പണം ചാർജ് ചെയ്യപ്പെടുന്നത്. അത് നമ്മൾ അടയ്ക്കേണ്ട തുക വരുന്ന ട്രഷറി എന്ന സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത്. ഈ ട്രഷറി ഓപ്പൺ ചെയ്യുന്ന സമയം രാവിലെ മോർണിംഗ് 10 മണിയോടുകൂടിയൊക്കെ ഉള്ളൂ ഈ ട്രഷറിയുടെ വർക്കിംഗ് ടൈം വരുന്നുള്ളൂ. ഈ 10 മണിക്കും 11 മണിക്കുള്ള സ്ലോട്ടിൽ മാത്രമേ നമുക്ക് ബുക്കിംഗ് ടൈം ആയിട്ട് കിട്ടുകയുള്ളൂ. അതിനുശേഷം എപ്പം നോക്കിയാലും ഒരു റൂമും അവൈലബിലിറ്റി കാണുകയില്ല. നിങ്ങൾ ആരെങ്കിലും ഈ കേരള സ്റ്റേറ്റിലെ റൂമുകൾ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും 1 മാസം മുമ്പ്, അതായത് 29 ദിവസം 30 ദിവസത്തിനുള്ളിലുള്ള ദിവസം മാത്രം ചെക്ക് ചെയ്താലേ ഉള്ളൂ റൂം അവൈലബിൾ കാണുകയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും റൂം വേക്കൻറ്റ് കാണുകയില്ല. നമ്മൾ ഈ നാളത്തേക്ക് റൂം നോക്കിയാൽ കിട്ടുകയില്ല. ഇന്ന് നാളത്തേക്ക് നോക്കിയാൽ കിട്ടില്ല. ഇന്ന് റൂം വേണം, അടുത്ത മാസം 21-ാം തീയതി റൂം വേണമെങ്കിൽ ഇന്ന് ചെക്ക് ചെയ്യുക. ആ ചെക്ക് ചെയ്യേണ്ട ടൈം വീണ്ടും പറയുന്നു, രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് മാത്രം ബുക്ക് ചെയ്താലേ റൂം കിട്ടുകയുള്ളൂ. പിന്നെ എൻ്റെ പണം പോയ രീതികൾ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കട്ടെ. ഞാൻ ഇതുപോലെ ഒരു സ്ലോട്ട് കണ്ടു, ഒരു റൂം മാത്രം വേക്കൻ്റ് ഉള്ളത് കണ്ടുകൊണ്ട് ഞാനത് ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തപ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ ഈ ട്രഷറിയിലോട്ട് പണം അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഗൂഗിൾ പേ മാത്രം ഈ ട്രഷറിയിലോട്ട് എൻ്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ എൻ്റെ പണം പോയി, കൺഫർമേഷൻ കിട്ടിയില്ല. കൺഫർമേഷൻ കിട്ടാതിരുന്നു. അന്വേഷിച്ച് നോക്കുമ്പോൾ യാതൊരു മാർഗ്ഗവുമില്ല. പല പ്രാവശ്യം പലരെ കോൺടാക്ട് ചെയ്തിട്ടും പല ദിവസങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തിട്ടും ഈ 2016 രൂപ റീഫണ്ട് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി അവർ പറയുന്നില്ല. അങ്ങനെ ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിലോട്ട് മെയിൽ അയക്കുകയും പല മെയിലിനും റിപ്ലൈ വരാതിരിക്കുകയും പിന്നെ ഒരു കസ്റ്റമർ കെയർ നമ്പർ കിട്ടി. ആ നമ്പറിന് മാത്രം, അങ്ങനെ ഒരു സ്ലോട്ടിൽ ഇവർക്കില്ല. അവരിൽ ഒരാളെ വിളിച്ചപ്പോൾ ഇവിടെ ഞാൻ താമസിച്ചുകൊണ്ട് ഇവിടുത്തെ മാനേജറെ ബന്ധപ്പെട്ട് ഒരു നമ്പർ എൻ്റെ കയ്യിൽ ലഭിച്ചതുകൊണ്ട് ആ നമ്പർ മാത്രം അവരോട് ബന്ധപ്പെട്ടപ്പം ക്യാൻസലേഷൻ രീതികൾ വീണ്ടും ഇതേ സെയിം സൈറ്റിൽ കയറാൻ പറഞ്ഞു. സെയിം സൈറ്റിൽ കയറി നമ്മുടെ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് വരും. ആ ബുക്കിംഗ് സ്റ്റാറ്റസിൻ്റെ അകത്ത് നമ്മുടെ ബുക്കിംഗ് പെൻഡിങ് എന്ന് കാണിക്കും. ഓൾറെഡി പൈസ പോയി, നമ്മുടെ ബുക്കിംഗ് പെൻഡിങ് ആണ്. നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല, ഈ സൈറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ പണം പോകുന്നത്. എന്നിട്ട് ഈ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് വരുന്ന വേറൊരു നഷ്ടം, ഒളിഞ്ഞിരിക്കുന്ന നഷ്ടമുണ്ട്. നമ്മൾ ഈ 2016 രൂപയ്ക്കകത്ത് 216 രൂപ GST എന്ന ഇനത്തിൽ സർക്കാർ നമ്മുടെ ഇന്ന് എടുത്തുകൊണ്ട് പോകും. കാരണം നമ്മൾ ക്യാൻസലേഷൻ ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തുക അവർ റീഫണ്ട് ചെയ്യാതിരിക്കുന്നത്. അതായത് GST നമ്മൾ എടുക്കാത്ത റൂമിന്, നമ്മൾ ബുക്കിംഗ് കൺഫേം ആകാത്ത റൂമിന് എടുക്കുന്ന രീതി എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കിന്ന് മനസ്സിലായിട്ടില്ല. 1800 രൂപ എനിക്ക് തിരിച്ചു കിട്ടിയത് തന്നെ 1 മാസത്തിന് ശേഷം. ബുക്ക് ചെയ്ത് പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി. ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് വേണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അക്കൗണ്ടിൽ വരേണ്ട പണം 24 മണിക്കൂറിനുള്ളിൽ ഇവർ വരുമെന്ന് പറഞ്ഞിട്ടും 1 മാസ കാലാവധിക്ക് ശേഷമാണ് ഈ 2016 രൂപയ്ക്കകത്ത് 1800 രൂപ എനിക്ക് ലഭിച്ചത്.
അതൊരു വലിയ നഷ്ടമാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വരുന്നവർ സർക്കാരിന്റെ ഇതുപോലത്തെയുള്ള കൊള്ളകൾക്ക് കൂട്ടു നിൽക്കാതിരിക്കുക. ഇതൊരു പകൽ കൊള്ളയെന്നേ പറയാൻ പറ്റുള്ളൂ. ഇത്രയും 1 മാസത്തോളം നമ്മുടെ പണം സർക്കാരിന്റെ കൈ കിടന്നു. എന്നിട്ട് തിരിച്ചു തരുമ്പം നമ്മുടേതായ ബുക്കിംഗ് ക്യാൻസലേഷൻ അല്ല, ഇവരുടെ സിസ്റ്റത്തിന്റെ എറർ കൊണ്ട് സംഭവിച്ച ക്യാൻസലേഷന് നമ്മുടെ 216 രൂപ GST എന്ന നിലയ്ക്ക് വാങ്ങിക്കേണ്ടതുണ്ടായി. അപ്പം ഇത് ഒരു രീതിയിലും അഫോർഡബിൾ അല്ല, ഒരു രീതിയിലും ഹാപ്പിനെസ് തരുന്ന ഒരു സംഗതിയല്ല, ഒരു രീതിയിൽ ഇപ്പോഴും നല്ലതെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഈ രാത്രി നിവാസ് ജയ്പൂരത്ത് വരുന്ന ഈ റിസോർട്ടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സർക്കാരിന്റെ കീഴിൽ ഇതൊരു പകൽ കൊള്ളയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ നല്ല വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തിരുത്തങ്ങളോ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായും നല്ലൊരു വീഡിയോ പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ.